ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും ഞാൻ രാവിലെ 6 മണിക്കാട്ടോ നീക്കാറ്. ഇന്ന് അതുപോലെ 6 മണിക്ക് എണീച്ച് പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് കയറി അവിടെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ തന്നെയാണ് കേട്ടോ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മറ്റേത് അമ്മയ്ക്ക് വയ്ക്കണ സമയത്ത് അമ്മയായിരുന്നു രാവിലെ ഫസ്റ്റ് നീക്കലും എല്ലാം ഒരുക്കി വെക്കലും ഒക്കെ അമ്മയായിരുന്നു. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിച്ചിരുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നോക്കും. അങ്ങനെയായിരുന്നു. ഒരു 8:30-9 മണി വരെ ഞങ്ങൾ സുഖമായി അന്ന് കിടന്നുറങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പം അതിനൊന്നും പറ്റണില്ല. ഇപ്പോൾ രാവിലെ നേരത്തെ നീച്ച് എല്ലാം ഒരുക്കണം. അങ്ങനെ ചായയൊക്കെ വെക്കൽ കഴിഞ്ഞ് അടുത്തത് പഴം നുറുക്കുകയാണ് കേട്ടോ. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിലേക്ക് പഴം പുഴുങ്ങാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പഴം നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഒരു എളുപ്പപ്പണി നോക്കിയതാണ് കേട്ടോ. അല്ലാച്ചപ്പോൾ കടലക്കറിയൊക്കെ വെക്കണമെന്ന് വെച്ചാൽ നല്ല പാടല്ലേ. കടലൊക്കെ വേവിച്ച് അതിൽ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് ഇതാക്കുമ്പോഴേക്കൊക്കെ നല്ല വൈകും. അപ്പോൾ പഴം മുഴുകാൻ വെച്ചാൽ പെട്ടെന്നാണ്ട് കഴിയൂല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ അങ്ങനെ ആർക്കും ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇന്നതിന് ഇന്ന കറി വേണം, അല്ലെങ്കിൽ കറി ഇല്ല ഉണ്ടെങ്കിലേ കൂട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആരും എന്തും കഴിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കേട്ടോ. മറ്റേത് അമ്മ വെക്കണ സമയത്ത് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, മറ്റേത് ഉണ്ടാക്കിക്കൂടെ അതുണ്ടാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം അച്ഛനും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ വെച്ച് കൊടുക്കണമാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാലും ഇപ്പം അച്ഛൻ കഴിച്ചോളൂ. അതാണ് അവസ്ഥ. അതൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചു. ഇനി പുട്ടിനുള്ള പൊടി ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുറച്ച് വെള്ളം പാർന്ന് വെക്കുകയാണ്. മറ്റേ അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ല വെള്ളം വേണമല്ലോ. അപ്പോൾ വെള്ളം അതിൽ പാർന്ന് വെച്ചു. അത് കഴിഞ്ഞ് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചായിരുന്നു. അച്ഛൻ തീ പൂട്ടി തന്നായിരുന്നു. അപ്പം എന്നാൽ അരി ഇടാമെന്ന് വിചാരിച്ചിട്ട് അരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ ഫ്രീ ആയിരിക്കുമ്പോൾ അച്ഛനാണ് കേട്ടോ അടുപ്പ് കത്തിച്ച് പിടിപ്പിച്ച് തരാറ് രാവിലെ. ഇന്ന് അച്ഛൻ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായി. അത് കഴിഞ്ഞ് ഞാനൊന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. ചായ ഒരു ഭാഗത്ത് ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നും രാവിലെ കിട്ടാറില്ല. അത് കാരണം അവിടെ നിന്നിട്ടാണ് കുടിക്കണത്. ആ സമയത്താണ് അച്ഛൻ അതിൽ കൂടെ പോകണം കേട്ടോ. അച്ഛൻ്റെ വീഡിയോ എടുക്കലും ചായ കുടിക്കലൊക്കെ കണ്ടപ്പോഴേ എന്തപ്പോൾ ഇത് വിചാരിച്ചിറക്കണം. അത് കഴിഞ്ഞ് ഞാനങ്ങനെ അരിയിൽ ചൂടുവെള്ളം പാരുകയാണ് കേട്ടോ. അടുപ്പത്തു നിന്ന് എടുത്തിട്ട് റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരിയാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് നന്നായി കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അപ്പവും ഇഷുവും കൂടി ഒന്ന് വന്ന് അടുക്കളയിലൊക്കെ വന്ന് നോക്കിപ്പോയി കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ വേഗം പോയതാണ്. അത് കഴിഞ്ഞ് ഞാൻ അരിയൊക്കെ ഒന്ന് നന്നായി കഴുകുകയാണ്. ചൂടായത് കാരണം വേറെ ഒരു ചട്ടുക എടുത്തിട്ടാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടല്ലോ പുട്ടുപൊടിയിൽ, അത് നനച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുട്ട് പൊതുവെ ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. സാധാരണ പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ചിക്കൻ കറി കൂട്ടിയിട്ടൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളൊക്കെ നന്നായിട്ട് പുട്ട് കഴിക്കും. ഇഷുവിന് പുട്ട് ഇഷ്ടമല്ല. ഇഷു പുട്ട് ഉണ്ട് വെച്ചാൽ കഴിക്കുകയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ പുട്ട് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്ത് കഴിഞ്ഞ് അടുത്തത് തേങ്ങ പൊളിക്കണമല്ലോ. തേങ്ങ പൊളിക്കാൻ വേണ്ടി പോയിറക്കാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് തേങ്ങ കിട്ടിയത് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചെറിയ തെങ്ങുണ്ട്, ഗൗളി തെങ്ങുണ്ട്. അത് കൈ കൊണ്ട് തന്നെ അതിലത്തെ തേങ്ങ പറിക്കാം കേട്ടോ. അതിൽ ഇളനീരുണ്ടാവാൻ കാത്തിരിക്കും കേട്ടോ. ഇളനീരിൻ്റെ പാകമാകുമ്പോഴേക്കും ഇവർ അത് പൊട്ടിച്ചുകൊണ്ടേയിരിക്കും കുട്ടികൾ. അങ്ങനെയാണ്. ആരും മോശമൊന്നുമില്ല. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയൊരു തേങ്ങയാണ് കേട്ടോ. അത് കാരണം അത് ഇത്രയും ചെറുത് പൊളിക്കാനെന്ന് വെച്ചാൽ നല്ല പാടുമായിരുന്നു. അതേ എനിക്ക് ചെറുതായതുകൊണ്ട് ഇങ്ങനെ വലിച്ചാലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല എൻ്റെ ചകിരി. അങ്ങനെ പൊളിക്കലൊക്കെ കഴിഞ്ഞ് അത് വെട്ടി ഇതുണ്ടോ എൻ്റെ ഒരു കൈയിൻ്റെ ഒരു അത്രയേ ഉള്ളൂ, കൈയിൻ്റെ അത്രയും കൂടി ഇല്ല, അത്രയും ചെറിയ തേങ്ങയാണ്. പൊളിക്കലൊക്കെ കഴിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുത്തു കേട്ടോ. എന്നിട്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങുകയാണേ. ഇതാണ്ട് ആകെ എത്ര തേങ്ങയാണ് അതിന് കിട്ടിയത്. ആ ഒരു തേങ്ങ മുഴുവൻ ചിരകിയിട്ട് കിട്ടിയതാണത്. അത് കഴിഞ്ഞ് ഞാൻ പുട്ടും കുറ്റിയൊക്കെ എടുത്ത് അതിൽ പൊടിയൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പൊടിയും തേങ്ങയൊക്കെ നിറച്ചു. അങ്ങനെ അടുപ്പത്ത് വെച്ചു. ഇനി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അതാ വെച്ചു. ഇനി അതിൽ ആവി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇഷു വന്നു. ഉണ്ടോ ആവി വന്നപ്പോൾ ഞാൻ ഇഷുവും കൂടി
അവിടെ നിന്ന് ആവി വന്നി പറഞ്ഞിട്ട് കളിച്ചതാണ് കേട്ടോ വെറുതെ. അത് എൻ്റെ അടുത്ത് ഇഷ്യൂ ആയത് കാരണം ചക്കരയാണ് പുട്ട് കുത്തുന്നത്. അങ്ങനെ പുട്ട് കുത്തലൊക്കെ കഴിഞ്ഞ് അവൾ അടുത്തത് വെച്ച് അവൾ പിന്നെ അത് നോക്കിയിരുന്നു കേട്ടോ. ഞാൻ ഇഷ്യൂനെയും കൊണ്ട് നടന്നു. അടുത്തത് അമ്മയ്ക്ക് ഗുളിക കൊടുക്കണം. അമ്മ ഇപ്പം നീച്ചിട്ടുള്ളൂ കേട്ടോ. രാവിലെ ഒരു 8 മണി 8:30 ആവും അമ്മ രാവിലെ നീക്കാൻ. കാരണം ഉറക്ക ഗുളിക കഴിക്കുന്നുണ്ട്. അല്ലച്ചാൽ ഉറങ്ങില്ല അമ്മ. ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ്. അപ്പോൾ ഉറക്ക ഗുളിക കഴിക്കുന്നുണ്ട്. രാവിലെ ഒരു 8:30 വരെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് നീച്ചതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഗുളികയൊക്കെ കൊടുക്കണം കേട്ടോ. ഭക്ഷണത്തിൻ്റെ മുന്നേ ഒരു 3 ഗുളികയുണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് രാവിലെ എല്ലാം കഴിഞ്ഞ് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കൂടെ അവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം.